മലയാള സിനിമയിൽ നിന്നും ഒരുപാട് സിനിമകൾ മറ്റുള്ള ഭാഷയിലേക്ക് റിമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മലയാള സിനിമയിൽ നിന്ന് തന്നെ മലയാള സിനിമയിലേക്ക് റിമേക്ക് ചെയ്യപ്പെട്ട സിനിമകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒന്ന് പരിചയപ്പെട്ടാലോ? ശശികുമാർ സംവിധാനത്തിൽ പ്രേംനസീറും ശാരദയും മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയാണ് ബ്രഹ്മചാരി. നായകൻ്റെ വീട്ടിലോട്ട് നായിക ഒരു കുട്ടിയുമായി കടന്നു വരുന്നു. ഞങ്ങൾ പണ്ട് പ്രണയത്തിലായിരുന്നുവെന്നും കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഈ കുട്ടി നായകൻ്റെ ആണെന്നും നായിക അവകാശപ്പെടുന്നു. പിന്നീട് കഥയിലുണ്ടാകുന്ന മാറ്റമാണ് സിനിമ. സസ്പെൻസും കോമഡിയൊക്കെ ഒത്തിണങ്ങിയ ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. അത് തന്നെ പ്രിയദർശൻ്റെ സംവിധാനത്തിൽ വന്ന ലാലേട്ടൻ്റെ സിനിമ മിന്നാരം. കഥ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. വേറൊരു സിനിമ നമുക്ക് നോക്കാം. ഇതേ ശശികുമാറിൻ്റെ സംവിധാനത്തിൽ വന്ന മറ്റൊരു സിനിമയാണ് അമൃതവാഹിനി. പ്രേംനസീറും ശാരദയും മുഖ്യ വേഷത്തിൽ അഭിനയിച്ച ഇതൊരു മികച്ച സിനിമയാണ്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ നായകനൊരു മനോരോഗിയാണ്. നായകനെ നോക്കാൻ വന്ന നായികയുടെ റോളാണ് ശാരദ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ അവർ പ്രണയത്തിലാകുകയും നായിക മനസ്സിലാക്കുന്നു നായകന് മുൻഗാമിയുടെ മരണം നേരിട്ട് കണ്ടാകുന്ന ആഘാതമാണ് രോഗകാരണമെന്ന്. വേറൊരു അപകടത്തിൽ നായകന് ഓർമ്മ തിരിച്ചു വരുന്നു. അപ്പോഴേക്കും വീട്ടുകാർ അവളെ മാറ്റി മറ്റൊരു സ്ത്രീയെ ആ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പടം ഏതാണ്. അത് തന്നെ ആറാണത്ത് തമ്പുരാൻ ജയറാമിൻ്റെ കഥ സെയിമാണ്. നിങ്ങളത് കണ്ടു നോക്കൂ.